യഥാർത്ഥത്തിൽ ഒരു തുറന്ന മനസ്സോടുള്ള ഒരു തെറ്റുതിരുത്തൽ ആണ് നടക്കുന്നതെങ്കിൽ ഒരുപാട് വ്യക്തികളിലേക്ക് വിരൽ ചൂണ്ടേണ്ടി വരും. അത്തരത്തിലുള്ള തെറ്റുതിരുത്തൽ നടന്നിട്ടുണ്ടോ? വെള്ളാപ്പള്ളി നടേശനോടുള്ള സമീപനമാവട്ടെ, യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതാവട്ടെ, സ്ഥാനാർത്ഥി നിർണയമാവട്ടെ, എന്തുമാവട്ടെ, അതിന് ഉത്തരവാദി ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഗോവിന്ദൻ പറയുന്നത്, ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് അങ്ങനെയല്ലാതെ ഞങ്ങൾ കൂട്ടുത്തരവാദിത്തമുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിക്കുന്ന സംഭവം തന്നെ എടുക്കുക. അത് സർക്കാർ പരിപാടിയല്ല എന്ന് ആവർത്തിക്കുന്നുണ്ട്. അത് സർക്കാർ പരിപാടി ആയിരുന്നില്ല, ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രി വി എൻ വാസവൻ അതിൽ പങ്കെടുക്കുന്നു. വി എൻ വാസവൻ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിക്കാൻ തീരുമാനിച്ചത് ആരാണ്? അത് വി എൻ വാസവനാണോ? പാർട്ടി അറിഞ്ഞിട്ടാണോ? സർക്കാർ അറിഞ്ഞിട്ടാണോ? അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ വി എൻ വാസവൻ അതിൽ ഉത്തരവാദിത്വമില്ലേ? അതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റിനെതിരെ നടപടി വേണ്ടേ? ഇനി സ്ഥാനാർത്ഥി നിർണയത്തിൽ അതിനുള്ള ചോദ്യത്തോടെ എം വി ഗോവിന്ദൻ പറയുന്നു, തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥി നിശ്ചയിച്ചതെന്നാണ്. പക്ഷേ അതിനെതിരെ ഉയർന്ന വിമർശനം എന്തായിരുന്നു? വിമർശനം ഇവിടുന്ന് പോയ പേരല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്തായിരുന്നു? കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അവരാണ് തെറ്റ് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തുറന്ന മനസ്സോടുള്ള ഒരു തെറ്റുതിരുത്തൽ ആണ് നടക്കുന്നതെങ്കിൽ ഒരുപാട് വ്യക്തികളിലേക്ക് വിരൽ ചൂണ്ടേണ്ടി വരും. അത്തരത്തിലുള്ള തെറ്റുതിരുത്തൽ നടന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ കീഴ്ഘടകങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ട് തന്നെയാണോ സോർട്ട് ഔട്ട് ചെയ്ത് ഇദ്ദേഹം വായിച്ചതെന്ന് നമുക്കറിയില്ല. പാർട്ടിയുടെ ഇൻറ്റേർണൽ കാര്യങ്ങളാണ്. പക്ഷേ ഇന്നലെ ചാനൽ ചർച്ചയിൽ വന്ന ആളുകൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങളോട് തുറന്നു പറയാവുന്നവ മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, പാർട്ടിക്ക് കമ്മിറ്റിയിലുണ്ടാകാം. ചിലപ്പോൾ ഇതിലും സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ അതിൽ നടന്നിട്ടുണ്ടാവാം. ഇതിലും രൂക്ഷമായ വിമർശനങ്ങളെ പാർട്ടി അബ്സോർബ് ചെയ്തിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ജനങ്ങളോട് പറയണമെന്നില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. കാരണം ചില വ്യക്തികളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ചില പരാമർശം ഉണ്ടായേക്കാം.